ആസന്നമൃതിയിലായ ഒരു ഗ്രാമം. ഗ്രാമത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സാധാരണക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെ കൈക്കരുത്തിൽ തകർക്കുന്ന മറ്റൊരു കൂട്ടർ. ജീപ്പ് എന്റെ വാർത്തയിലെ അടുത്ത റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ മണൽ മാഫിയകൾ നടത്തിയ അശാസ്ത്രീയമായ മണൽ ചൂഷണമാണ് ഇവിടുത്തെ പുഴകളുടെ നട്ടെല്ലൊടിച്ചത്. പുഴകളെക്കുറിച്ചുള്ള ജനജാഗ്രത മാഫിയകളെ മലയിലെത്തിച്ചു. ഇപ്പോഴവർ മലയിടിച്ച് മണലുണ്ടാക്കുന്നു. മണൽ ലഭ്യത കുറഞ്ഞതോടെ തടിച്ചുകൊഴുത്ത എംസാൻഡ് ലോബി തൃശൂരിൽ മാടക്കത്തറ, പാണ്ടിപ്പറമ്പ് എന്ന ഗ്രാമത്തിനു തന്നെ ചരമക്കുറിപ്പെഴുതുന്നതിന്റെ ദുരന്ത ചിത്രമാണിത്. ഇവിടത്തെ പാറമടകൾ ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും വെല്ലുവിളിക്കുന്നു. അനുവദനീയമായ അളവിലും ഉയർന്ന തോതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഗ്രാമത്തെ നിരന്തരം വിറപ്പിക്കുന്നു. പാറമടകൾ പ്രവർത്തനം തുടങ്ങി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുത്തെ പൊതുവഴി കൂടി അപ്രത്യക്ഷമായി. പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ വീടുകൾ കുലുങ്ങി, വീട് പൊട്ടുക, റോഡ് കൂടെ നടക്കാൻ പറ്റില്ല. വേനൽക്കാലം നിറച്ച് പൊടി, വെള്ളം, ഭൂമി കുലുങ്ങിയിട്ടുള്ള വെള്ളം, കുഴൽക്കിണറിലത്തെ വെള്ളം വരെ പറ്റിപ്പോയിട്ടുണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ ഈ ജനങ്ങൾക്ക് വളരെയധികം ശല്യങ്ങളുണ്ട്. പിന്നെ ഒരു പഞ്ചായത്ത് വഴി ഉണ്ടായിരുന്നു, ആ വഴി പൊട്ടിച്ചെടുത്തു. രേഖാമുള്ള വഴിയായിരുന്നു, ഇപ്പോൾ അവിടെ രേഖയില്ലെന്ന പഞ്ചായത്തുകാർ പറയുന്നത്. പിന്നെ ഒരു കമ്പനി ഇരിക്കുന്ന സ്ഥലം, ഈ കമ്പനി ഇരിക്കുന്നത് വില്ലേജ് വഴിയിലാണ്. വില്ലേജ് വഴിയും ഇവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അനധികൃതമായിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്, പണത്തിൻ്റെ സാഹചര്യം കൊണ്ട്. പാറമടകളിൽ എംസാൻഡ് ഉൽപാദനം തുടങ്ങിയതോടെ സിലിക്കോസിസ് ഇവിടങ്ങളിൽ സർവ്വസാധാരണമായി. ഇവർക്ക് ഇത്രയും എൻ്റെ ഒരു 2-3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അത് സാധാരണ കള്ളു വരാമെന്ന ആൾക്കാർ പറയാം. അതുപോലെ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് പോകുന്നത്. ഞാൻ രോഗിയായി മാറുകയും ചെയ്തു ഈ പാറപ്പൊടി കൊണ്ട്. ഇവർ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ അടുത്താണ് ഇവരൊക്കെ പാറമണ നടക്കണ്ടായിരുന്നത്. അവിടെ ഈ JCB വെച്ച് മാന്തലും കോലിലും മണ്ണ് മാന്തലായിട്ട് ആ പൊടി വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ട് വന്നു. ഭൂകമ്പമാപിനിയെ പോലെ കേരളവും വിറച്ച താണിക്കുടം ഭൂകമ്പത്തിന്റെ പ്രഭവസ്ഥാനം ഈ പാറമടയാണെന്ന് അറിയുമ്പോഴാണ് പ്രകൃതിക്കും ഇവിടുത്തെ മനുഷ്യർക്കും ഈ ഖനി ഉണ്ടാക്കി വെച്ച ദുരന്തത്തിന്റെ ആഘാതം വ്യക്തമാകുക. ഏപ്രിൽ മാസത്തിലാണ് ഒരു ഭൂചലനം അവിടെ ഉണ്ടായത്. അപ്പോൾ താണിക്കുടത്തുനിന്നാണ് ഇതിൻ്റെ ഉത്ഭവം അവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പേപ്പറിലൊക്കെ വന്നാൽ ഞങ്ങളതോട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഈ സംഭവം പോയിട്ട് ഞങ്ങളൊരു പിള്ളേരെന്ന് പറഞ്ഞാൽ 10-30 പിള്ളേർ പോയിട്ട് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, ഈ സാധനം വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടാ, നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, അവരപ്പോൾ അന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ നിർത്തി. അന്ന് നിർത്തി. അതിൻ്റെ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കയറി ചെന്നു. ഇത് ശരിയായില്ല, ഇവിടെ ഇങ്ങനെ ഭൂമികുലുക്കം ഉണ്ടായി. അപ്പോൾ ഈ ഭൂമികുലുക്കം ഉണ്ടായ കാരണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഈ കുലുക്കുണ്ടായതിൻ്റെ പിന്നാലെ ഒരു വെടിപൊട്ടിയും കൂടി ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച ചക്കിലിക്കടവ് ഡാമിന്റെ നിർമ്മാണം എങ്ങുമെത്താത്തതിന് പിന്നിൽ പാറമടകളാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചെക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായാൽ തൊട്ടടുത്തുള്ള ഖനി അടച്ചുപൂട്ടേണ്ടി വരും. അതിന് തടയിടാൻ ഖനി ലോബി നടത്തുന്ന ശ്രമങ്ങൾ പ്രദേശത്ത് കുടിവെള്ളക്ഷാമത്തിന് കാരണമാകുന്നു. പാറമടയിലെ സ്ഫോടനത്തിൽ വാട്ടർ അതോറിറ്റി ചക്കിലിക്കടവിൽ സ്ഥാപിച്ച ജലസംഭരണിയും പൊട്ടിക്കീറി.
ഖനിയുടെ ആഴം ഏറുന്നതിനനുസരിച്ച് പ്രദേശത്തെ കിണറുകളും വറ്റി വരളുന്നു. പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ പരാതികൾ ബദിരകർണങ്ങളിലേക്കാണ് വീഴുന്നതെന്ന് മാത്രം. വേനൽക്കാലമായ പൊടിയുടെ ശല്യം, പിന്നെ വെടി പൊട്ടിയാൽ കിടക്കാൻ നിൽക്കില്ല, പിന്നെ വണ്ടികളുടെ ശല്യം എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരോടെ പരാതി പറയാം? പഞ്ചായത്ത് ഇവരുടെ കീഴിലാണ്, വില്ലേജ്, പോലീസ് സ്റ്റേഷൻ, പിന്നെ നേതാക്കന്മാർ മുഴുവൻ. പിന്നെ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പാറമടകളിലുണ്ടാവുന്ന സ്ഫോടനത്തിന്റെ ആഘാതം ഈ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഉറക്കം നടിക്കുന്ന അധികാരികൾക്ക് അറിയാത്തതല്ല. എന്നിട്ടും ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ അവർ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നു. പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇപ്പം നടക്കുന്നത്. നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുക, പോലീസ് വരിക, പോലീസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്, പോലീസുകാരാണ് അതിൻ്റെ ഉള്ളിൽ, അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അവിടെ ചെന്ന് നോക്കിയാൽ അപ്പോൾ വരും പോലീസ്, അപ്പോൾ പോലീസിനെ വിളിക്കും, പോലീസുകാരും വരും, ഇവിടുത്തെ ആൾക്കാരും വരും. ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു എല്ലാ വീടുകളിലും കയറി ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു വീട് പൊട്ടുപൊളിയാത്തില്ല. ഇപ്പം ഒരാൾ പോയിട്ട് അവിടെ ഒരാൾ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരനെ അവർ വരിക, കാര്യങ്ങൾ ആളുടെ കീഴിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ ഒതുക്കി തീർക്കുക. നമ്മൾ ഈ പൊടിയും ഈ കാര്യങ്ങളും ശ്വസിച്ച് നമ്മൾ ഇവിടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ സ്വന്തം നാട്ടിലിപ്പോൾ ഇവിടെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാണ്ടായി. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. നമ്മൾ വേറെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുലുങ്ങ ചെയ്യുക, അതേ അവസ്ഥയിലാണ് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത്. അവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ അവർ കയ്യിലാക്കി. നമുക്ക് സ്ഥലം അധികം കൊടുക്കാനും ഇല്ല, ഒന്നുമില്ല. അതായത് അവർക്ക് നിസ്സാര പൈസയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ഞങ്ങളത് വിറ്റിട്ട് എവിടേക്ക് പോവുക? ഞങ്ങൾക്ക് പോകാൻ ഭാഗമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക തന്നെ. ജീവൻ എപ്പോഴാണ് ജീവൻ പോവാന്നുള്ളത് അറിയില്ല. അതേ അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാതെ മനുഷ്യനിനി മുന്നോട്ടു പോകാനാവില്ല. മനുഷ്യരാശിയുടെ പൊതുസ്വത്തായ വിഭവങ്ങൾ ഏതാനും ചിലർക്ക് ചൂഷണം ചെയ്ത് കൊഴുക്കാൻ അധികൃതർ അനുവദിച്ചുകൂടാ. നിർമ്മാണ സാമഗ്രികൾ ശാസ്ത്രീയമായി പ്രകൃതിയിൽ നിന്നും ഏറ്റുവാങ്ങുവാനും അത് വിതരണം ചെയ്യുവാനും പൊതു സംവിധാനമുണ്ടാകണം. ആ സംവിധാനത്തിന് കുളത്തൂപ്പുഴയിലെ മണൽ കലവറയുടെ ദുസ്ഥിതി ഉണ്ടാവാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാകണം. തൃശ്ശൂരിൽ നിന്നും സിറ്റിസൺ ജേർണലിസ്റ്റ് രാഘനാഥൻ വൈക്കാട്.